ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിധിയായിട്ട് നാട്ടിലെത്തി. ഞാള് കണ്ടെത്തു എവിടെയും പോലെ അല്ല അതന്നെ റബ്ബർ വെട്ടുന്നതിൽ കാണുവാൻ പോകുന്നതാണ് ഗൈസ്. എല്ലാവരും ഞാളോടി പോര്. ഓക്കെ, ജിതിയുടെ നാട്ടിലെത്തിയോണ്ട് ജിതിയുടെ കൂട്ടി ഞാൾ കണ്ടത്ത് പോകുന്നതാണ്. റബ്ബർ വെട്ടുന്നതാണ് ഗേൾസ്. ഇതാണ് ഞാൻ ചാപ്പും തൊട്ടുന്നാട്. ഇതാണ് ഞങ്ങളെ ചാപ്പന്തോട്ടം. ചാപ്പന്തോട്ടം പാലം. ഇതാണ് ഞങ്ങളെ പ്രകൃതി രീതി കൂടിപ്പോയ നാട്. എൻ്റെ ബയ വ്ളോഗിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പച്ചപ്പ് നിറഞ്ഞ നാട്ടിൽ കൂടി ഒന്ന് റബ്ബർ വെട്ടുന്നിടത്ത് പോയിട്ടിരാം. റബ്ബർ വെട്ടാൻ പോയിട്ടുണ്ട്. കണ്ടത്തിലെത്തിയിട്ട് കാണാം ഗൈസ്. കണ്ടോ, ഇതിയേട്ടനും ചാരും കൂടി മുന്നിലേക്ക് പോയി. ഓലിങ്ങനെ ഓരോരുത്തരോട് വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് പോകുന്നതാണേ. അപ്പോൾ ഇതാണ് ഞങ്ങൾ കണ്ടത്തിലേക്ക് പോകുന്ന പെരിയ. അമ്മ ഇവിടെ വീണ്ടും പോവാ. ഏടിയനോ ആ ബെസ്റ്റ്. അച്ഛനെ നോക്കിയാ പോകുന്നത് ഗൈസ്. എന്തായാലും ഇതാണ് റബ്ബർ പാൽ എടുക്കുന്നിടത്തിലേക്ക് പോവാൻ നോക്കിയതിന് അച്ഛൻ ഇങ്ങ് എത്തിക്ക്. അച്ഛനതാ വരുന്ന അങ്ങനെ റബ്ബർ പാലും എടുത്തിട്ട് ആള് പുഴക്കലേക്ക് എന്തായാലും ഇറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ച്. പുഴക്ക കൊണ്ടുപോയില്ല. അല്ല, ഒറ്റക്ക് തന്നെ നമ്മൾ വരാത്ത വയ്യായോണ്ട്. പോയക്കല്ല ഞണ്ട് കൈത എൻ്റെ മുള്ള കൂട്ടി. കേസ് ഞാൾ കണ്ടിട്ട് പോയത് വെറുതെ പോയി. അച്ഛനിങ്ങ് പോകുന്നു. എന്തായാലും ഇവിടുന്ന് റബ്ബർ എടുക്കുന്നു. റബ്ബർ പാലെല്ലാം എടുത്തിങ്ങ് പോകുന്നു. കാണിക്കേ, യു നോ ഹൗ ടു ഡു ദിസ്. അതെന്താ ബേക്ക് എല്ലാ റബ്ബറല്ലേ ആക്കുക. നിങ്ങൾ എന്തെന്നാ അടക്കാൻ മതി. അടക്കാൻ വരല്ല കങ്ങ്. ഇതെന്താ എല്ലാം കൂടി ചോന്നിക്ക് മക്കളെ. ഇതാണ് റബ്ബറിൻ്റെ കരച്ചിൽ. റബ്ബർ പാൽ ഇതുണ്ട, പാല് വന്നുണ്ടായില്. ഇതെല്ലാം റബ്ബറിൻ്റെ തോട്ടാണ്. ഇവിടുന്നല്ല അച്ഛൻ അപ്പുറത്ത് തന്നെ എടുക്കല്ലേ. ആള് പിന്നെ വരുമ്പോഴത്തെ അച്ഛൻ ഇങ്ങ് പോകുന്നുണ്ട്. ആളെ യാത്ര അവസാനിപ്പിച്ച് വന്നേ. നിങ്ങളെ വിശ്വസിച്ച് എവിടെയും പോയിക്കൂടാ. നിങ്ങളപ്പാട് കണ്ടത്തിലിട്ട് പോകുന്നത് ബിരിയാണി പൂത്തൊക്കെ ബോ. അതിനെ ഇപ്പൊ കണ്ടാ കല്ലു വെച്ചാക്കൂല. അറിയൂല. ബീന ചേച്ചി പോട്ടെ. ഇല്ല പോട്ടെ വോട്ടിന് പോണ്ട. ഞങ്ങളിവിടെ തൊട്ടടുത്ത വീട്ടിൽ നിറച്ചും ഫാഷൻ പൊട്ടിക്കണ്ട പടം ഒന്ന് കയറിയതാണ്. പിന്നെ ബീനച്ചിനോട് സംസാരിച്ചിട്ട് പോന്നു. ചാരുവിന് പഴുത്ത ഫാഷൻ പൊട്ടിക്കില്ല. എന്നിട്ട് ഒന്ന് കിട്ടി വെക്ക്. കണ്ടെന്നിറങ്ങി കഴിഞ്ഞു ഗൈസ്. ഇനി നേരെ പുരക്ക് പോന്നു. പുരയിലെ കണ്ടെല്ലാം നിന്ന് അതനുസരിച്ച് ബോട്ടിന് പോകണം. അതാണല്ലോ മെയിൻ ഇന്നത്തെ പരിപാടി. ഇങ്ങോട്ടേടാ, ഇങ്ങോട്ട് പോവാന്ന് ചോദിച്ചാ ആര് ആണോ? ആ ഇതാണ് ഞാൻ പോരെ എൻ്റെ മതിൽക്കെട്ട് മൊത്തം ഫ്ലെക്സും ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് ഗൈസ്. എല്ലാ ഫ്ലെക്സും ഉണ്ട്. 2 ദിവസം കൊണ്ട് എല്ലാത്തിൻ്റെ റിസൾട്ട് അറിയാം. ഞാൻ പണ്ട് വെള്ളം
ഒറൊഴിക്കുന്നത് ഒറൊഴിച്ച് കൊണ്ടാച്ച കണ്ടിട്ടുണ്ട്. പക്ഷെ ഒറൊഴിക്കുന്നത് കണ്ടിക്കില്ല. പാല് പീനകത്ത് അരിക്കോ? അല്ല അല്ല അടിക്കുന്നല്ലേ അരിക്കുന്നത്. ഓ ഇതിനകത്ത് ഇങ്ങനെ കട്ടയെല്ലാം വരില്ലേ? കട്ട പിടിക്കല്ല റബ്ബർ. ഇതിനി ആസിഡ് ചേർത്തിട്ട് ഡൈല്യൂട്ട് ആക്കും. അത് നഞ്ഞിട്ട് കളറ് മാറിയതാ. അഞ്ചാ പാല് കട്ടിയായി ലൂസാക്കുക. വീട് മോളെല്ലാം വെച്ചോ? ഒമ്പതെണ്ണം വേണം നെറ്റിക്കില്ല. 9 കുഴപ്പമുണ്ടേ പറഞ്ഞ നമുക്ക്. 10 പുഴു എടിയനുള്ള ചൊറിഞ്ഞിട്ടിന്ന് മേലോട്ട് എടുക്കേണ്ടി വരും. ഓരോ പാട്ടിയാ വരുക? 1.5 പാട്ടെല്ലാം വരലുണ്ട്. മണ്ട് ഇത് വലിയ പാട്ടല്ല. വെള്ളം ഒഴിക്കും, ആസിഡ് ഒഴിക്കും. അമ്മമ്മ ഇതൊക്കെ ഇങ്ങനെ ആക്കുകയും സ്റ്റാൻഡിന്റെ മുകളിൽ ഇത് നമുക്ക് വൈകുന്നേരം അത് പിടിക്കണം കേട്ടോ. സ്റ്റാൻഡ് വിഷു വെക്കുന്ന അത് പിടിക്കാൻ നല്ല ഏറ്റുണ്ടാവുമല്ലോ. ഏത് എന്തെങ്കിലും ഉണങ്ങിയാനാ? ആസിഡിന്റെ വെള്ളം വേണാലേ കവുങ്ങെല്ലാം ഭയങ്കര വളർച്ച. ഈ കാര്യം കുടിച്ചാൽ കിട്ടുമല്ലോ. അല്ലെങ്കിൽ മുളകും തൈക്കെല്ലാം ഡൈലി ഇട്ടിട്ട് ചോദിച്ചു കൊടുക്കണം. മുളകും തൈ കണ്ടില്ല നിങ്ങൾ? ഇതെല്ലാം കളിക്കും. നല്ല കുഞ്ഞു ബംഗാളി ഞങ്ങളെ വീടാണ് ഇത്. വീടിൻ്റെ തെറ്റ് മേലിയായിട്ടാണ് ഈ സംഭവം ഇപ്പോൾ ഉള്ളത്. ഇതെടുത്ത് ഇപ്പുറത്തേനും വെക്കേണ്ടി പുറത്തേക്ക് കൈ എത്ര പുറത്തേക്ക് അതിനെ തട്ടിപ്പോവാന്നുള്ള ഒരു പേടി കൊണ്ട് കറങ്ങണം. ഇത് തുരുമ്പാൻ. ഇതാ നല്ല കുഴിയുണ്ട്.
പറയാൻ മറന്നു. നീ പാലില് പോകുവോ? റബ്ബർ പാലില് ഇങ്ങോട്ടൊന്നോ ഞാൻ കുപ്പായത്തുമ്പിലാവൂല. പാല് കുടിക്കേ അച്ചങ്ങായികളെല്ലാം പോയി കിട്ടില്ലേ? ആ ജിയ അമ്മാനങ്ങുന്നില്ല. ഇല്ല, ഇത് ഷോർട്സ് എടുക്കുള്ള ചെറിയ വീഡിയോ എടുക്കുന്നു. അല്ലാതെ ഹോംവർക്ക് ഞാൻ മേട് കുത്ത് കുഞ്ഞിനോട്. ഇനി വൈകുന്നേരം ഷീറ്റ് അടിക്കണം ഗൈസ്. അന്നേരം നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഷീറ്റിൻ്റെ എല്ലാം പാറന്നെല്ലാം വെച്ച് ഈ ഷീറ്റ് അടിക്കുന്ന വീഡിയോ നമുക്ക് വൈകുന്നേരം എടുക്കാം. ഓരോ പണിയെടുത്ത് ഇതിപ്പോ ഇവിടെ അല്ലേ വീഴ. നല്ല ഉറച്ച് ഇനി ഉണ്ട് വരും. നമ്മൾ രാവിലെ പറഞ്ഞു വെച്ച സാധനം നല്ലോണം ഉറച്ചത്. സാറ് ഇനി പറഞ്ഞു സാറ് കേൾക്കുന്നു. അറിയാമല്ലേ കൈ വന്നു. ഇത് കുറേ സമയം എടുക്കൂല ഇതിപ്പോൾ ഷീറ്റായി വരണമെങ്കിൽ. ഇങ്ങോട്ടേക്ക് ആ ഞാൻ ഇത് ആദ്യമായിട്ടാ കാണുന്നേ. ഇനി ഇങ്ങോട്ടൊക്കെ ആരോ നീന്റെ മുന്നിലേക്കല്ല. അടിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിക്കില്ല സംഭവം. പക്ഷെ അങ്ങോട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി. നല്ല കളിക്കും കടലിൻ്റെ ഏറ്റവും നല്ല കളിക്കാൻ അങ്ങോട്ട് സൈഡിൽ വലിക്കും. സൈഡിൽ വലിക്കണം നല്ലോണം അച്ചിൽ വന്നിട്ട് രണ്ടു മാത്രമേ സൈക്കിൾ വന്നിട്ട് അത്യാവശ്യം കുറച്ച് കളിക്കും. അച്ചിലിട്ടിട്ടേ വെക്കണം. അമ്മ ഇവിടെ ഇങ്ങനെ വലിയ അടുക്കുണ്ട് കേട്ടോ. വെള്ളം തിറക്കേ എന്നാ പറഞ്ഞേ കള്ളം കുടിക്കുന്ന മാറ്റം വന്നാലേ ഉള്ളൂ.
എടുക്കാൻ പറ്റില്ല. വെള്ളം മുളം തേക്ക് വരണ്ടല്ലേ. വെള്ളം തെറിക്കടാ കുളിക്കണ്ടേ. ആഹാ തിരിഞ്ഞു അങ്ങനെ എടുത്തിട്ടാ വണ്ടി പോന്നോണ്ടാ അപ്പുറത്ത് നോക്കുന്നീ ആടെ ഒന്നും ബാക്കിയില്ലേ. ഓള് നേരത്തെ ആടെ ആക്കിയ. അപ്പൊ സീറ്റ് അടിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ അപ്പുറത്ത് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും നോക്കാം. ഇത് കുറച്ച് ചെയ്യാനുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പറയണം. ആയിരിക്കില്ല സ്വാഭാവികം. ഞാൻ ആദ്യമായിട്ട് ലൈവായിട്ട് അടിക്കുന്ന കാണുന്ന ആദ്യമായിട്ടാണ് മാത്രം. നോക്കാം. പിന്നെ എനിക്ക് തോന്നുന്നത് സ്ലൈമാണ്. നമ്മളൊന്ന് തിരിച്ചു കൊടുക്കോളൊന്ന് തിരിക്കട്ടെ. മറ്റേ കൈ ആടെ പിടിച്ചേക്ക്. മറ്റേ കൈ ആടെ പിടിച്ചേക്ക്. ഇനി അടുത്തതാ. കപ്പ പൊയിങ്ങാനും തിന്നാ പൊയിങ്ങണ. നീയല്ലേ ശരിക്കും അടിക്കുന്ന? നീമലേക്ക് ഈ പ്രിന്റ് വരില്ല. അതിന് ഡിസൈൻ ലൈറ്റ് വന്നില്ല. ഇതൊന്നുകൂടി ആ സൈഡിലാക്കിയിട്ട് വെച്ചാല് വേറെ ഡിസൈൻ. എളുപ്പാന്ന് വിചാരിച്ച്. വേഗം ഈസിയാന്ന് വിചാരിച്ചില്ലേ? ഇത്രയും വിചാരിച്ചില്ല. നിങ്ങളങ്ങനെ മറ്റേ കൈ ഉണ്ടാക്കിയ പിടിക്കുവാണല്ലോ കറക്കുവല്ല. ഇങ്ങോട്ട് തന്നെയാ ഇനി അച്ഛൻ കറക്കുന്നുണ്ടേ. അടുത്ത് കൊണ്ടുപോയി കൈ വെക്കുന്നേ. ഓക്കും പോണോ അതിനാ. കഴിഞ്ഞിട്ട് കല്ലൂനാക്കട്ടാ. ബുംബും ആക്കണോരൊക്കെ ബുംബും. കുളിക്കാണ്ട് നാറും ഇനിയിപ്പോ. എളുപ്പാന്ന് വിചാരിച്ച്. വേഗം ഈസിയാന്ന് വിചാരിച്ചില്ലേ? ഇത്രയും വിചാരിച്ചില്ല. നിങ്ങളങ്ങനെ മറ്റേ കൈ ഉണ്ടാക്കിയ. ഇത് പ്രതീക്ഷിച്ച പോലെ നല്ല ജിതിയായിട്ട് ഫാസ്റ്റ് ആയിട്ട് ആക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് ഇത് പക്ഷെ നല്ല പ്രശ്നമുണ്ട്. ഉയന്റെ അമ്മോ. അവസാനത്തെ ഷീറ്റ്. ഞാൻ നേരത്തെ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ജിമ്മിലൊന്നും പോണ്ടട്ടാ. ഓക്കെ ഇതിനിപ്പോ ആറിയിടണം അല്ലേ. ആറിയിട്ട് പിന്നെ പുകയത്തിടും ഒറ്റ മണ്ടിത്. നമ്മളിന്ന് രാവിലെ എടുത്ത് പാലിന്റെ ഇപ്പത്തെ അവസ്ഥയാണ് ഗസ്. ഇതിങ്ങനെ ഷീറ്റായി. ഇനി അതന്നെ
ഇത് നമ്മളെ പൊരേ ചെയ്യുന്നില്ലേ ഇപ്പോ? നമ്മളെ പൊരേ ചെയ്യുന്ന സംഭവമല്ലേ നമ്മൾ കാണിക്കുന്നത്. എല്ലാം കൂടി ഇത് ആരിടുന്ന വിരിച്ചിടുന്നു. ഇനി ഇത് പുക ഒളിക്കില്ല, കുറച്ച് ഉണങ്ങിയിട്ടല്ല പുക ഒളിക്കൂ. ഇതടിയോ പുകയത്തിടലും നേരപ്പോ കൂടെയല്ല നമ്മളെ കൂടെയല്ല ആടാ. ചാരുവാ രാവിലെ എടുത്ത പാലാ ഇതിങ്ങനെ ആയത്, നീ കണ്ടാ? നീ കണ്ടിക്കില്ലേ രാവിലെ റമ്മ കൊണ്ടുവന്നിക്കേനു? അപ്പൊ ഷീറ്റായി. ഓക്കെ ഒന്ന് തൊട്ട് നോക്കണം, അതും തൊട്ട് നോക്കോട്ടോള്. റബ്ബറായി പോയി. ബസ്സിലെല്ലാം കേറി ഏത് ടയർ ചെരുപ്പുണ്ടാ കോളീനെ കൊണ്ട് സീറ്റാവുമല്ല. ഇത് ടയറും കാര്യങ്ങളെല്ലാം പോകുന്നത്. ചെരുപ്പാക്കുവാ? ചെരുപ്പ് ഇങ്ങനത്തെ ഇതെല്ലാം നല്ല നല്ല സാധനത്തിന് എല്ലാം വേറെ ലോക്കൽ ചെരുപ്പ്. അപ്പൊ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ കലാപരിപാടികൾ. അപ്പം നമ്മൾ ഇന്ന് റബ്ബറിന്റെ പാലെടുത്ത് ഷീറ്റ് അടിച്ച് ഇതിപ്പോൾ വിരിച്ചിട്ടിട്ടുണ്ട്. ഇതിനി ഉണങ്ങുന്നതൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം അത് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് ദിവസം വെയിൽ കൊണ്ട് പിന്നെ ഉണങ്ങാനിടയിട്ട് ചെയ്യാം. അപ്പം എനിക്കും അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ബാംഗ്ലൂരേക്ക് പോകുന്നതുകൊണ്ട് ഇവിടുത്തെ വീഡിയോസ് എല്ലാം വളരെ കുറവായിരിക്കും. എന്തായാലും പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.